MSC എൽസ കപ്പൽ അപകടത്തിൽ ആശങ്ക ആവർത്തിച്ച് ഹൈക്കോടതി. 2 കണ്ടെയ്നറുകൾ ചോർന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നും അത് സുരക്ഷിതമാണോ എന്നും കോടതി ചോദിച്ചു. അധികൃതർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും കോടതിക്ക് കണ്ണടയ്ക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, വ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്ന ആശങ്കയിൽ നിന്നായിരിക്കുമല്ലോ ഹൈക്കോടതി ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. MSC എൽസ കപ്പൽ അപകടം വരുത്തിവെച്ചേക്കാവുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൂടി കോടതിയുടെ ആശങ്കയായി മാറിയിട്ടുണ്ടാകുമല്ലോ. കണ്ടെയ്നറുകൾ ചോർന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു, അത് സുരക്ഷിതമാക്കിയു എന്നതാണല്ലോ കോടതിയുടെ പ്രധാനപ്പെട്ട കൺസേൺ. എന്താണ് കോടതി ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? MSC എൽസ 3 അപകടവുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി ഇതേ ആശങ്കകൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ അപകടം നടന്ന 1 വർഷം പിന്നിടുന്നു. ഇപ്പോഴും ആ കണ്ടെയ്നറുകൾ പൂർണ്ണമായി ഓടുന്ന മാറ്റാൻ സാധിച്ചിട്ടില്ല. കപ്പലിലെ എണ്ണച്ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആ എണ്ണയോടുന്ന പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടില്ല. അത് ഗുരുതരമായ പാരിസ്ഥിതികാഘാത പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന് കൃത്യമായ മറുപടി ആരും നൽകുന്നില്ല എന്ന് കോടതി കഴിഞ്ഞ തവണ പറയുകയും ആ മറുപടി തേടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അടക്കം കക്ഷി ചേർക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ന് കോടതി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത്. 2 കണ്ടെയ്നറുകൾ ചോർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തിയാൽ, പ്രത്യേകിച്ച് കാൽസ്യം കാർബൈഡ് പോലുള്ള വസ്തുക്കളാണ് ഉള്ളത്, അത് തീരത്തേക്ക് എത്തിയ ആരെങ്കിലും തുടർന്നു നോക്കിയാൽ എന്താകും സാഹചര്യം എന്ന് കോടതി വളരെ ആശങ്കയോടുകൂടി ചോദിക്കുകയാണ്. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല. കേന്ദ്ര അഭിഭാഷകൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ടാണ് ഹാജരായത്. അദ്ദേഹം വ്യക്തമാക്കിയത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അതോടൊപ്പം തന്നെ DG ഷിപ്പിംഗും ചേർന്ന് ഒരു മീറ്റിംഗ് ഈ 2 ആഴ്ചക്കിടയിൽ വിളിക്കും. അതിനുശേഷം ഈ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. ആ വിവരങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം കോടതിയെ അറിയിക്കാം. സാവകാശം വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിൽ പ്രകാരം സാവകാശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത ആശങ്ക വീണ്ടും ആവർത്തിക്കാൻ MSC എൽസ 3 അപകടവുമായി ബന്ധപ്പെട്ട് കോടതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.